ബാഗ്ദാദിലൊരു കൊടും തണുപ്പുള്ള മഞ്ഞുകാലം. മഞ്ഞുകാലമായതുകൊണ്ട് തന്നെ കമ്പിളി പുതുപ്പുകളുടെ കച്ചവടം വളരെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കാം. അങ്ങനെയാണ് ഒരു തിരക്കുള്ള കമ്പിളി പുതുപ്പിൻ്റെ കടയിലേക്ക് ഒരു മനുഷ്യൻ കയറി വരുന്നത്. നരബാധിച്ച് വൃദ്ധനായ ആ മനുഷ്യന് തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള ശരീരം മുഴുവൻ മറയുന്ന ഒരു വസ്ത്രം പോലും ഇല്ലായിരുന്നു. അയാൾ കിടക്കാരൻ്റെ അടുത്തിട്ട് വന്ന് പറഞ്ഞു, എൻ്റെ കയ്യിൽ 25 ദിർഹമുണ്ട്, അതിനെനിക്ക് 4 പുതപ്പുകൾ വേണം. വില കുറഞ്ഞതായാലും വലിയ കുഴപ്പമൊന്നുമില്ല. കടക്കാരൻ ആ കയറി വന്ന ദരിദ്രനായ ആ മനുഷ്യനെ അടിമുടി നോക്കിയിട്ട് തിരിച്ച് മറുപടി പറഞ്ഞു, അതെ, 25 ദിർഹമിന് 4 നല്ല പുതപ്പുകൾ തന്നെ കിട്ടുമല്ലോ. മാത്രമല്ല 4 എണ്ണം എടുക്കുമ്പോൾ ഞങ്ങളൊന്ന് സൗജന്യമായിട്ടും കൊടുക്കുന്നുണ്ട്. അയാൾക്ക് ഭയങ്കര സന്തോഷമായി. കടക്കാരൻ നൽകിയ 5 പുതപ്പുകളും കയ്യിൽ പിടിച്ചിട്ട് അയാൾ പതിയെ പതിയെ കടയിൽ നിന്ന് ഇറങ്ങി നടന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന കടയിലെ പുതപ്പ് വാങ്ങാൻ വന്ന മറ്റൊരാൾ കടക്കാരൻ്റെ അടുത്തിട്ട് വന്ന് സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്? നിങ്ങൾ ആ വന്ന ആൾക്ക് 25 ദിർഹമിന് 5 പുതപ്പുകൾ കൊടുത്തു. അതേ പുതപ്പ് ഒന്നിന് എനിക്ക് 50 ദിർഹമിനാണ് നിങ്ങൾ വിറ്റത്. താൻ പറ്റിക്കപ്പെട്ടു എന്ന ധാരണയിൽ അയാൾ ശബ്ദമുയർത്തി സംസാരിക്കാൻ തുടങ്ങി. അയാൾ പറയുന്നതെല്ലാം വളരെ ശാന്തമായിട്ട് കേട്ടിരുന്ന ആ കടക്കാരൻ വളരെ പതിഞ്ഞ സ്വരത്തിൽ സംസാരിച്ചു തുടങ്ങി. നിങ്ങൾ പറയുന്നതെല്ലാം ശരിയാണ്. ആ വന്ന ആൾക്ക് 25 ദിർഹമിന് ഞാൻ 5 പുതപ്പുകൾ വിറ്റു. പക്ഷേ അതൊരു കച്ചവടമായിരുന്നില്ല, ഇതൊരു ദാനമായിരുന്നു. ഈ കൊടും തണുപ്പ് കാലത്ത് അയാൾക്കും അയാളുടെ കുടുംബത്തിനും പുതപ്പുകൾ ആവശ്യമാണ്. പക്ഷേ അത് സൗജന്യമായിട്ട് കൊടുത്തിട്ട് അയാളെ വിഷമിപ്പിക്കാനും എനിക്ക് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അല്ലാതെ നിങ്ങളെ വഞ്ചിക്കാനോ പറ്റിക്കാനോ ഒന്നും ചെയ്തതല്ല. നമ്മളെ വലിയവരാക്കുന്നത് നമ്മുടെ കയ്യിലുള്ള പൈസയോ പ്രതാപമോ പ്രശസ്തിയോ ഒന്നുമല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിൻ്റെ വലിപ്പമാണ്. ജീലാനി തങ്ങൾ ഒരിക്കൽ പറയുന്നുണ്ട്, രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചത് കൊണ്ടോ പകല് മുഴുവൻ നോമ്പെടുത്തത് കൊണ്ടോ ഒന്നുമല്ല ഞാൻ അള്ളാഹുവിലേക്ക് അടുത്തു കഴിഞ്ഞത്. എൻ്റെ ഉദാരത, വിനയം, ഹൃദയവിശുദ്ധി എന്നിവയൊക്കെ കൊണ്ടായിരുന്നു.